പ്രിയ ദൈവജനങ്ങൾ, പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ തത്തുല്യമായ നാമത്തിലുള്ള സ്നേഹമെന്ന് അറിയിക്കുന്നു. കാൽവറിയിൽ നമ്മുടെ അകത്യ യാഗമായി നമ്മുടെ രക്ഷകനായ കർത്താവ് തന്നെ സമർപ്പിച്ച ഈ വലിയ വെള്ളിയാഴ്ച അവിടുത്തെ ക്രൂശിനെ ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തിന്റെ തിരുവചനമെടുത്ത് ശുശ്രൂഷിപ്പാൻ നമുക്ക് ഒരുമിച്ച് ആ വചനം ധ്യാനിപ്പാൻ ദൈവം നൽകി തന്ന ഈ അവസരത്തെയോ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ഇന്ന് നാം പാഠമായി വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, അത് ശ്രദ്ധയോടെ ശ്രവിക്കും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാം ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിയിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിച്ചു. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ പരമകാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾക്കായി കാൽവറിയിൽ സ്വയം സമർപ്പിച്ച് ഞങ്ങൾക്ക് നിത്യജീവനെ ഒരുക്കിയ ഞങ്ങളുടെ രക്ഷകനായ യേശു കർത്താവേ, അവിടുത്തെ വേദനകളെ ഓർക്കുന്ന, അവിടുത്തെ കുരിശിലെ സഹനങ്ങളെ ധ്യാനിക്കുന്ന ഈ വലിയ ദിവസത്തിൽ അവിടുത്തെ മക്കളാണ് ഞങ്ങളെ അങ്ങയുടെ ആലയത്തിലേക്ക് കൂട്ടി വരുത്തിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിന്റെ സഹനങ്ങളെയും വേദനകളെയും നിന്റെ കുരിശിനെയും ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്കായിട്ട് അവിടുന്ന് സഹിച്ച വേദനകളെ ഒന്ന് ഓർക്കുവാൻ അനുതാപ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് തെറ്റിപ്പോയി ചിതറിപ്പോയി ഞങ്ങൾക്കൊന്ന് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം മൂലം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇളയവനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മഹത്വം കൊടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിന് ഏകദേശം 700 വർഷങ്ങൾക്കപ്പുറം യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ എഴുതിയ പ്രവചനം, അതിന് പ്രസക്തമായ തിരുവചനമാണ് 53-ാമത്തെ അധ്യായം. കർത്താവായ യേശുക്രിസ്തു താൻ അനുഭവിക്കാനിരിക്കുന്ന കഷ്ടതകളെ കുറിച്ചും വ്യതകളെ കുറിച്ചും വേദനകളെ കുറിച്ചും
തന്റെ ആത്മാവിൽ മുൻ കണ്ടുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അധ്യായത്തിൽ കർത്താവിനെ സഫറിംഗ് സെർവന്റ്, കഷ്ടം സഹിക്കുന്ന ദാസൻ, അങ്ങനെയാണ് പ്രവാചകൻ ഈ ഒരു അനുഭവത്തിൽ ചിത്രീകരിച്ചത്. നോക്കണം, BC 700-കളിൽ ഇങ്ങനെ ദൈവാത്മാവിൽ ഈ ഒരു പ്രവചനം എഴുതി വച്ചിരിക്കുന്നു. BC 4-ൽ യേശുക്രിസ്തുവിന്റെ ജനനം, ഏകദേശം 700 വർഷങ്ങൾക്ക് ശേഷം യേശുക്രിസ്തുവിന്റെ ജനനം, 33 വർഷക്കാലം AD 30-കളോടടുത്ത് തന്റെ പരശുശ്രൂഷ അവസാനിപ്പിച്ച് ഇന്നതുപോലെ ഒരു ദിവസം കാൽവറിയിൽ പരമയാഗമായി തീർന്നു. ഇന്നത്തെ രണ്ടാം പാഠത്തിൽ നാം ശ്രദ്ധിച്ചു, പ്രവാചകന്മാർ ആത്മാവിൽ ഈ വചനങ്ങളെ എഴുതി വെച്ചപ്പോൾ ഇതിനുള്ള കാലങ്ങളെ ആരാഞ്ഞ് അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യം, ഇത് തങ്ങളുടെ തലമുറയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയല്ല. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, അദ്ദേഹം ലേഖനം എഴുതുന്നത് ഏകദേശം AD 50-നോടടുത്ത കാലമാണ്. ആദിമസഭയിലെ ആദ്യ നൂറ്റാണ്ടിലെ സഭയോട് പറയുക, ഇത് നിങ്ങൾക്കായി എഴുതിയിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. 700 വർഷങ്ങൾക്കപ്പുറം ദൈവാത്മാവ് പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്ത ഈ കഷ്ടം സഹിക്കുന്ന സഫറിംഗ് സെർവന്റായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം BC 4 തൊട്ടുള്ള 33 വർഷക്കാലം അത് നിറവേറ്റപ്പെട്ടു. ഈ നിറവേറ്റപ്പെട്ട ഈ വസ്തുത ഇപ്പോൾ നമ്മൾ 2025-ലാണ്. 2000-ലേറെ വർഷങ്ങൾക്കിപ്പുറം നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ പ്രസക്തിയാണ്. ഇതൊരു പഴങ്കഥയായിട്ട്, ഒരാചാരമായിട്ട് ചുരുങ്ങിപ്പോകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ പ്രസക്തി എന്താ? നമ്മളെ സംബന്ധിച്ച് ഈ ദൈവവചനം ഇടത് ഭാഗത്തേക്ക് നാം പരിശോധിച്ച് കഴിയുമ്പോൾ പ്രവചന പുസ്തകമുണ്ട്, വലത് ഭാഗത്തേക്ക് നാം തിരിയുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു ജനിച്ച് വളർന്ന് പരസ്യ ശുശ്രൂഷ നിറവേറ്റിയ ജീവിതത്തിന്റെ അനുഭവങ്ങളും കുശാനുഭവവുമെല്ലാം 4 സുവിശേഷങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമം നമുക്ക് അവൈലബിൾ ആണ്, പുതിയ നിയമവും നമുക്ക് അവൈലബിൾ ആണ്. ഇത് രണ്ടും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ അതിക്രമം കാട്ടിയിട്ടില്ല, അവൻ അക്രമം ചെയ്തിട്ടില്ല, അവോളം നന്മ ചെയ്ത് തന്റെ ആയുസ് തികച്ച് അവൻ ക്രൂശിലേറി സ്വർഗസ്ഥനാകുകയാണ്. പിന്നെ എന്തിന് ഈ കഷ്ടം? പാപം ചെയ്യാത്തവർ, അതിക്രമം കാട്ടാത്തവർ, അകൃത്യം ചെയ്യാത്തവർ, പിന്നെ എന്തിന് ഈ കഷ്ടത? ഈ ചോദ്യത്തിന്റെ ഉത്തരം നേടുമ്പോൾ ഈ 53-ാം അധ്യായത്തിൽ തന്നെ പ്രവാചകൻ ദൈവാത്മാവിൽ അതിന്റെ ഉത്തരം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ 53-ന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നുന്നു. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നുന്നു. അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു. പിതാവായ ദൈവത്തിന് പുത്രനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നുന്നു. ഇതെന്തൊരു പിതാവ്! ഇതെന്തൊരു പിതാവ്! തന്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണനെ അകൃത്യയാഗമായിട്ട് ഒഴുക്കിക്കണം. ആർക്കു വേണ്ടി? ഈ പിതാവ് ഒരു സാഡിസ്റ്റാണോ? ഈ പിതാവ് പുത്രനെ സ്നേഹിച്ചു. ഈ പിതാവ് പുത്രനെ സ്നേഹിച്ചു. എന്നാൽ പുത്രനെ സ്നേഹിച്ചതിനപ്പുറമായിട്ട് അവൻ ലോകത്തെ സ്നേഹിച്ചു എന്ന് സുവിശേഷകൻ യോഹന്നാൻ സാക്ഷ്യം പറയുന്നു. അവൻ പുത്രനെ സ്നേഹിച്ചു. പുത്രനെ പോലെയോ അതിനപ്പുറമായിട്ടോ അവൻ ലോകത്തെ സ്നേഹിച്ചു. അവന്റെ സൃഷ്ടിയായ മനുഷ്യരാശിയെ സ്നേഹിച്ചു. വേദപുസ്തക
പുസ്തകത്തിന്റെ താക്കോൽ വാക്യമായി നാം ഏറ്റെടുത്ത് കരുതിപ്പോകുന്ന ദൈവത്തിന്റെ വചനം അതിങ്ങനെ: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ സൃഷ്ടിയോടുള്ള സ്നേഹ നിമിത്തം തന്റെ പൊന്നോമന പുത്രനെ കാൽവറിയിൽ തകർക്കുവാൻ അവന് ഇഷ്ടം തോന്നി. പർപ്പസ്ലെസ് ആയിട്ടുള്ള എറിഞ്ഞു കൊടുക്കലായിരുന്നില്ല. ഒരു കോപത്തിന്റെ അനുഭവത്തിൽ തകർക്കുവാൻ വിട്ടുകൊടുക്കുകയായിരുന്നില്ല. സ്നേഹമുള്ളപ്പോൾ തന്നെ അതിനപ്പുറം നശിച്ചു പോകുന്ന അനേക മക്കളെ കുറിച്ചുള്ള ദിവ്യമായ സ്നേഹം തന്റെ പൊന്നോമനെ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം അടിക്കുമ്പോൾ ഉള്ള ഒന്ന് വിളി. അവരുടെ അനിഷ്ടങ്ങൾ കാണുമ്പോൾ നാം അവരെ ശിക്ഷിക്കും. ആടിയുടെ പാടിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നെഞ്ചു കലങ്ങും, കണ്ണു നിറയും. അങ്ങനെയെങ്കിൽ ഈ പൊന്നോമന കുരിശിൽ പിഴയുമ്പോൾ ഗെത്സമനയിൽ തലയന്നിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് വീഴുമ്പോൾ പിതാവ് മൗനം പാലിച്ചു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കാനേ, ഈ തകർക്കലൊന്നും മാറ്റിത്തരയണമേ. പിതാവ് നൊമ്പരത്തോടെ മൗനം പാലിച്ചു. കാൽവറിയിൽ വിളിച്ചു, എലി എലി ലമ്മ ശബക്താനി. ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടത്. പിതാവ് കണ്ണുകളെ വശം ഇരുട്ട് വ്യാപിച്ചു വന്ന വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനായിരുന്നു ഇങ്ങനെ? അവൻ നമ്മെ സ്നേഹിച്ചു. ഈ സ്നേഹത്തെ കുറിച്ച് എഴുതുമ്പോഴാണ് ഭക്തനായ കവി എം.ഇ. ചെറിയാൻ സാറ് ഈ സ്നേഹത്തെ വിശേഷിപ്പിച്ചത് മകൾ സ്നേഹമാണ്. നാം കേട്ടിട്ടുണ്ട്, മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഈ മകനെ കുരിശിൽ മരിപ്പാൻ വിട്ടുകൊടുത്തത് എന്തിനാ? അതും ഭക്തൻ എഴുതി ചേർത്തിട്ടുണ്ട്. മലിനത മാറി നമ്മൾ മഹിമയിൽ വാഴാൻ മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേലിൻ നിണം ചിന്തി മനുവേലിൻ നിണം ചിന്തി മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. ഇത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതുകൊണ്ട് നരരെ വീണ്ടെടുപ്പാൻ, മാനവരാശിയെ രക്ഷിപ്പാൻ, ലോകത്തെ സ്നേഹിപ്പാൻ, ഇങ്ങനെയൊക്കെ നാം പറയുമ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കൊള്ളാതെ തനിക്ക് മേളിൽ കൂടെ കടന്നുപോയി. മാനവരാശി, ലോകത്തെ സ്നേഹിച്ച് നരരെ രക്ഷിപ്പാൻ, ഇതിനകത്ത് എന്റെയും നിങ്ങളുടെയും സ്ഥാനമില്ല. എന്റെയും നിങ്ങളുടെയും സ്ഥാനമില്ല. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് ആചാരമോ അനുഷ്ഠാനമോ ആയിട്ട് ഈ ധ്യാനം കുറഞ്ഞു പോകുന്നത്. ഈ വലിയ ദിവസം ഇതൊരു ആചാരമോ അനുഷ്ഠാനമോ ആയി കുറഞ്ഞു പോകുന്നത് ഈ നമ്മുടെ പ്രസക്തി ഈ ഭാഗത്ത് എന്താണ് എന്ന് ഗ്രഹിക്കാത്തത് കൊണ്ട്. നോക്കാം, നമ്മൾ വായിച്ച വേദഭാഗത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാം വാക്യത്തിൽ 53-6 നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റി, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവന് നമ്മുടേക്കകത്ത് ശുശ്രൂഷിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാവരും
2000-ലധികം വർഷങ്ങൾക്ക് ശേഷം ഈ ധ്യാനത്തിന്റെ ഈ ക്രൂശിന്റെ പ്രസക്തി എന്ന് പറയുന്നത് 700 വർഷം, ക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്കപ്പുറം പ്രവാചകൻ ദൈവാത്മാവിൽ എഴുതുമ്പോൾ അവൻ നമ്മെയും കണ്ടിരുന്നു. നമുക്ക് മുമ്പായി ഈ നാളോളം ജീവിച്ച പിതാക്കന്മാരുടെ മാതാക്കളുടെ പാപത്തെ കുറിച്ച് ദൈവം കണ്ടിരുന്നു. അതിനൊരു പരിഹാരമായിട്ടാണ് ദൈവം ഇനി നമുക്ക് ജനിക്കാനിരിക്കുന്ന തലമുറയെയും സ്വർഗത്തിലെ ദൈവം കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ എന്റെയും നിങ്ങളുടെയും പാപം ഈ കുരിശിന്മേലടിക്കപ്പെട്ട കർത്താവിന്റെ തലമേൽ വെറ്റപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. മറ്റു വളർത്തുമൃഗങ്ങളുടെ പേരല്ല പറഞ്ഞിരിക്കുന്നത്, ആടുകൾ. സിമ്പിൾ കാര്യം. കയറൂരി വിട്ട് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് നിശ്ചയമില്ല, ആടിന് നിശ്ചയമില്ല. ഒരല്പം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ട് ഓടിപ്പോകുന്നുവെന്ന് ഒരു പ്രഡിക്ഷനും പറ്റില്ല. എത്ര ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഈ വിൽ നോട്ട് റിയലൈസ് എങ്ങോട്ട് പോകണോ. എവിടെ എന്തെങ്കിലും വളർത്തി വെച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ പച്ച കണ്ടു കഴിഞ്ഞാൽ അത് തിന്നു. ഇനി അതിനകത്ത് തട്ടുള്ള കപ്പയാണെങ്കിലും റബ്ബറിന്റെ ഇലയാണെങ്കിലും തിന്നു. നാം എല്ലാവരും ആടുകളെ പോലെ ദൈവം തമ്പുരാൻ നമുക്ക് ജീവിക്കുവാൻ ഒരു പ്രമാണം തന്നിരിക്കെ ആ ബൗണ്ടറിക്കകത്ത് നിന്ന് എവിടെയെല്ലാം എത്തിപ്പിടിച്ച് ജീവിതത്തെ ഈ ലോകത്തിന്റെ ഇഷ്ടത്തിനൊത്ത് ആസ്വദിക്കുവാൻ സാധിക്കുമോ അത്തരത്തിൽ ഈ ലോകത്തിന്റെ ആസ്വാദനത്തിൽ മുഴുകിയിരിക്കുന്ന അനുഭവമാണ്. ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്ന അനുഭവം. പലപ്പോഴും ഇത് അറിഞ്ഞുകൊണ്ട് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. ചില സൗകര്യങ്ങൾ, ചില സുഖങ്ങൾ, ചില ലോകത്തിന്റെ അനുഭവങ്ങൾ ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു. പറമ്പിൽ ഒരു പൊട്ടക്കിണറുണ്ടെങ്കിൽ ചാടി ചാടി ഈറ്റയ്ക്ക് കുനിഞ്ഞ് അത് വീഴും. നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഇതിനെ പുറത്തെടുത്താൽ പിറ്റേ ദിവസവും ഇത് തന്നെയാവും. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മളും ഇങ്ങനെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അറക്കാൻ ഏൽപ്പിക്കാത്തതുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മോട് ദീർഘക്ഷമ കാട്ടുന്തോറും നാം വീണ്ടും 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 അവന്റെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഈ പച്ചില തിന്നുകയും ഈ പൊട്ടക്കിണറ്റിൽ ചാട്ടം ഇങ്ങനെ പാപത്തിൽ രമിച്ചു കഴിയുന്നവരനുഭവം. നാം എല്ലാവരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പാപം. നാം എല്ലാവരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. Whatever feels right for me, that is my way. I don't care what others. എന്റെ മനസാക്ഷിക്കും എന്റെ ബുദ്ധിക്കും ശരിയെന്ന് തോന്നുന്നത് എന്റെ വഴി. ഭവനത്തിൽ 5 പേരുള്ള ഭവനത്തിൽ 5 പേരും ഈ നിലപാടെടുത്താൽ ഈ ഭവനത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? അപ്പൻ പറയുന്നു എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ. അമ്മ പറയുന്നു അങ്ങനെ തന്നെ. മുതിർന്ന മക്കളും പറയുന്നു ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു ഞങ്ങൾ. ആ ഭവനത്തിന്റെ ശൈഥില്യത്തെ കുറിച്ച് തന്റെ മക്കളെ കുറിച്ച് ദൈവം അതല്ല ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നറിവ് ചെയ്ത കർത്താവ് നമുക്ക് സഞ്ചരിപ്പാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ വഴി കാണിച്ചിട്ടുണ്ട്. അപ്പോ ആ വഴി വിട്ട് അകന്ന് ജീവിക്കുന്നതെല്ലാം ഈ ക്രൂശിന്റെ ഭാരം കിട്ടും. നമ്മുടെ ജീവിതം കൊണ്ട് തമ്പുരാന് വഹിക്കാനാവാത്ത വിധത്തിൽ ഈ ക്രൂശിന്റെ ഭാരം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റിരിക്കുന്നു. ഒരുപാട് തവണ കേട്ടതുകൊണ്ട് ഇതിന്റെ ഇന്റൻസിറ്റി പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് he was pierced because of our transgression. Pierced, മുറിവേറ്റു എന്നുള്ള ഒരു ചെറിയ വാക്ക്. pierced, തുളച്ച് കയറിയ അനുഭവം. നമുക്കറിയാം, പുതിയ AC വാങ്ങിച്ചു വെക്കുമ്പോൾ ഫ്ലാറ്റിലൊക്കെയാണ് ചിലപ്പോ കോൺക്രീറ്റ് സ്ലാബ് ചെയ്തിരിക്കുന്നിടത്തൊക്കെ ആയിരിക്കും കുറച്ച് അപ്പുറം ബോർഡ് അതിന്റെ ഒരു ചെറിയ ടക്കാണ്.
ആ 2 ഇഞ്ചിന്റെ ഒരു ദ്വാരം അവിടെ ഒന്ന് സ്ഥാപിക്കുവാൻ ഈ കോൺക്രീറ്റിനെ PAC ഇപ്പൊ അതിനുള്ള മോട്ടറും ഡ്രിൽ മെഷീൻ ഒക്കെ ഉണ്ട്. എന്താ സംഭവിക്കുന്നത്? ഈ മെറ്റലും കമ്പിയും മെറ്റലും സിമെന്റും അടങ്ങുന്ന ഈ മിശ്രിതം സെറ്റായിട്ടിരിക്കുന്നതിനെ തകർത്ത് PAC ചെയ്ത് അപ്പുറം കടന്നുമ്പോഴാണ് ഒരു ദ്വാരം ഉണ്ടാകുന്നത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തമ്പുരാൻ ഈ ഒരു അനുഭവത്തിൽ PAC ചെയ്യപ്പെട്ടു. അവിടുത്തെ തിരുവിലാവിലേക്കൊന്ന് നോക്കുക, അവിടുത്തെ കാൽകരങ്ങളിലേക്കൊന്ന് നോക്കുക, അവിടുത്തെ തലയിലേക്കൊന്ന് നോക്കുക, അവിടുത്തെ മുതുകിലേക്കൊന്ന് നോക്കുക. ഉഴവുചാലുകൾ പോലെ അവർ അടിച്ചു കീറിയെന്ന അനുവാദം കൊടുത്തു. ചമ്മട്ടി കൊണ്ട് അടിപ്പാൻ പിലാത്തോസ് അനുവാദം കൊടുത്തു. പ്രൊട്ടക്ഷൻ സംഘത്തിന്റെ കൈകളിൽ കിട്ടിയതുപോലെ റോമൻ പടയാളികൾ തകർത്തു എന്നാണ് അവനെ മകൻ സ്നേഹം നമ്മുടെ മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങുവാൻ ഈ കല്ലറ കൊണ്ട് അവസാനിക്കാതെ ഇതിനപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യജീവന്റെ അനുഭവം നാം പ്രാപിപ്പാൻ നമ്മുടെ പ്രിയ കർത്താവ് PAC ചെയ്യപ്പെടുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അവനോടുള്ള സ്നേഹമില്ലായ്മയല്ല, അവനോടുള്ള സ്നേഹം അതിനപ്പുറമായി നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അവൻ അനുവദിച്ചു. വീണ്ടും നമ്മൾ കാണുന്നത് അകൃത്യം. Because of our iniquities, he was crushed. എന്താ crushed? തകർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തകർച്ചകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഞാൻ പറയാം, കല്ലുകൾ ഉപയോഗിച്ച് അടിത്തറ കിട്ടും. ആ കല്ലിനെ ചെറുതാക്കി കഴിഞ്ഞാൽ വാർപ്പിനുള്ള മെറ്റൽ കിട്ടും. എന്നാൽ വാർക്കുവാനുള്ള ഈ എംസാൻഡ് എവിടെ കിട്ടുന്നത്? ഈ മെറ്റൽ ക്രഷറിൽ കൂടി കടത്തി വിടുമ്പോൾ ആ ക്രഷിംഗ് പ്രോസസ്സിലാണ് ഈ 3/4 ഇഞ്ച് 1 ഇഞ്ച് വലിപ്പമുള്ള മെറ്റൽ എംസാൻഡ് ആയിട്ട് മാറുന്നത്. God allowed his begotten son to go through this process of crushing. ദൈവം നമ്മുടെ രക്ഷകനായ കർത്താവിനെ ഇങ്ങനെ എംസാൻഡ് പോലെ തകരുവാൻ കാൽവറിയിൽ അനുവദിച്ചു. ഈ അടി കൊണ്ടല്ല തകർന്നത്, ഗത്സമനയിലാ തകർത്ത് തുടങ്ങി. ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പ്രിയപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ അവർ അവിടെ ഇരുന്നുറങ്ങി. ക്രഷിംഗ് അവിടെ തുടങ്ങി. എന്നോടുകൂടെ ഇത്തിരി നേരം വന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പത്രോസേ, യാക്കോബേ, യോഹന്നാനെ, നെഞ്ചോട് ചേർത്ത് പിടിച്ചവരെ എവിടെ? തമ്പുരാൻ കൃഷി ചെയ്യപ്പെട്ടത് കാൽവറിയിൽ മാത്രമാണ്. അതതിന്റെ എക്സ്ട്രീമാണ്. ഒരാരാധനയിൽ നാം നെഗ്ലക്ട് ചെയ്ത് മാറും. ഒരാരാധനയെ നാം മുഖം ധരിക്കുമ്പോൾ, ഒരു കൂട്ടായ്മയെ നാം മുഖം ധരിക്കുമ്പോൾ നാം ഈ ക്രഷിംഗിൽ ഇന്ധനം fueling this crushing process. നാം ദൈവത്തിന് മുഖം തിരിഞ്ഞു മാറുമ്പോൾ സ്വർഗം വേദനിക്കുന്നു. കാൽവറിയിൽ അവന്റെ ഭാരം കൂടുന്നു. അവന്റെ എല്ലുകൾ, അവന്റെ മാംസം ചതഞ്ഞ് നുറുങ്ങുകയാണ്. പഴയ നിയമത്തിലെ ഒരു സംഭവം, പുതിയ നിയമത്തിൽ വിവരിക്കപ്പെട്ട ഒരു സംഭവം, അത് വായിച്ചു പോകുമ്പോൾ നമ്മുടെ പങ്കാളിത്തം മനസ്സിലാകുകയില്ല. നാം ഇന്നോട് യഹൂദന്മാരെയും റോമൻ പടയാളികളെയും കുറ്റം പറഞ്ഞ് നമുക്ക് മാറാൻ പറ്റത്തില്ല. കാൽവറിയിൽ ഈ ഒരു പ്ലാൻ സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്യുമ്പോൾ ആ ബ്ലൂ പ്രിന്റിൽ അതിന്റെ അങ്ങേ തലയ്ക്ക് ഞാനും നിങ്ങളും നമ്മെ കുറിച്ചുള്ള സ്നേഹമാണ് ഈ പുത്രൻ തമ്പുരാനെ കാൽവറിയിൽ തകർക്കുവാനായിട്ട് അനുവദിച്ചു. അങ്ങനെ പ്രിയമുള്ളവരെ, എന്തായിരിക്കണം ഇതിനൊക്കെയുള്ള നമ്മുടെ റെസ്പോൺസ്? സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ പേരാണ്. വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വാക്യം: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവന്റെ അടിപ്പിടലാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. യഹോവക്കിടക്കയിൽ ഈ വാക്യം പൂർത്തി ചെയ്ത് പ്രാർത്ഥിക്കാത്തവരുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവർ അത്യാസന്ന നിലയിലായിരിക്കുമ്പോൾ, ആയുസിന്റെ മധ്യത്തിൽ വേദനയുടെ അനുഭവത്തിൽ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ, കർത്താവേ നിന്റെ അടിപ്പിടലാൽ
പാപത്തിനായിട്ടുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയ കർത്താവിനെ അഭയം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടില്ലേ? പ്രയാസത്തിന് പരിഹാരം, സമാധാനം, എന്റെ സമാധാനം എനിക്ക് തരണം, എന്റെ ഭവനത്തിന് തരണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് തരണം എന്ന് നിലവിളിച്ചിട്ടില്ലേ? എന്താണ് ഇതിന് പകരം? സാധു ആത്മാവിലത് ഗ്രഹിച്ചു പാടി. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി ഇത് ഈ വലിയ ദിവസത്തിൽ ദൈവസന്നിധിയിൽ നാം ഹൃദയത്തിലെടുക്കുന്ന ഒരു തീരുമാനമായി. നമ്മുടെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ നാം അറിയുന്നു, ദൈവം അറിയുന്നു. ഇനി അതിലേക്കൊരു മടങ്ങിപ്പോക്കില്ല എന്ന് ദൈവസന്നിധിയിൽ ഹൃദയം കൊണ്ട് തീരുമാനിച്ചു. അങ്ങനെ പാപരഹിതരായി തമ്പുരാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം